ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഫ്ലാറ്റിൽ, അതായത് ഞങ്ങളുടെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്ലാറ്റിലാണ്. അപ്പോൾ അവിടെ ഓണം ഫംഗ്ഷനാണ്. ഓണമെല്ലാം കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോഴാണ് ഫംഗ്ഷൻ തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങളിത് ഓണം ഫംഗ്ഷനാണ്. ഇതിന് മുന്നേ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അതിന് മുന്നേ കസേര കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിൽ ഞാൻ തോറ്റുപോയി. നെക്സ്റ്റ് കളി എന്ന് പറയുന്നത് മറ്റ് ആക്ഷൻ വിത്ത് മിമിക്രി ആയിരുന്നു. അപ്പോൾ ഇതാ എല്ലാവരും ഇങ്ങനെ നിരനിര നിൽക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്ലാറ്റിൽ ഇത്രയും ആൾക്കാരുണ്ടെന്ന് തന്നെ അറിയുന്നത്. ഞങ്ങൾ 6 നിലയാണെങ്കിലും ഇത്രയും പേരുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ 6ാമത്തെ നിലയിലാണ് താമസിക്കുന്നതെങ്കിലും. അപ്പോൾ അതാ ഈ ചേട്ടനാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ മറ്റേ ചേട്ടനെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ നിന്നു. അപ്പോൾ ഇങ്ങനെ കാണിച്ചു തന്നു. അതാ പിന്നെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഒരു ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് കാണിച്ചു തന്നത് ഞാൻ ആ പുള്ളിക്കാരനെ തിരിച്ച് വേറൊരു ചേട്ടൻ ഞാൻ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ നൈറ, ഞങ്ങളുടെ തൊട്ട് ഫ്ലാറ്റിലുള്ള കുട്ടിയാണ്. ഭയങ്കര ക്യൂട്ടാണ് അവൾ. മറ്റേത് മാളവിക, അത് ഞങ്ങളുടെ താഴത്തെ ഫ്ലാറ്റിൽ. അവരെയൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുവാണ്. ആക്ച്വലി ഇത്ര പേരേ ഉള്ളൂ ഈ നമ്മുടെ ഫ്ലാറ്റിൽ. അതിൻ്റെ ഇടയിൽ ഞാൻ ജ്യൂസ് കുടിച്ചു. നല്ല ജ്യൂസായിരുന്നു. പൈനാപ്പിളും ലെമണൊക്കെ ചേർത്തൊരു ജ്യൂസായിരുന്നു. പിന്നെ നൈറക്കുട്ടി പാട്ട് പാടുകയാണ്. നല്ല പാട്ടാണ്. നിങ്ങളും കൂടെ കേട്ട് നോക്കൂ. അങ്ങനെ നേരക്കുട്ടിയുടെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അടുത്തത് നിന്നിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് മുന്നിലുള്ള ഫ്ലാറ്റിൽ ഞങ്ങളുടെ ചുണ്ടാപ്പിയാണ്. ഞങ്ങളുടെ ചുണ്ടാപ്പി ഭയങ്കര ക്യൂട്ടാണ്. ഇതാണ്ട് അവളവിടെ ഇരിക്കുന്ന ഷുഹേനെ. ഞാനും ഷുഹേനയും മാത്രമേ ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് പോയിട്ടുള്ളൂ. എൻ്റെ ചുണ്ടാപ്പിയെ ഞാൻ കളിപ്പിക്കുമായിരുന്നു. ഭയങ്കര ക്യൂട്ടാണ് ആക്ച്വലി അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ ചുണ്ടാപ്പി എന്നാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞത് കുഞ്ഞുങ്ങളുടെ നാരങ്ങ മറ്റേ ലെമൺ വിത്ത് സ്പൂൺ വിത്ത് ലെമൺ ആയെന്തോ നാരങ്ങ സ്പൂണിൽ കൊണ്ട് പോകണ മത്സരമായിരുന്നു. അത് കഴിഞ്ഞതാ ഞങ്ങൾക്കുള്ള, അത് ചെറിയ രീതിയിലാണ്, കുഞ്ഞുങ്ങളോട് ചെറിയ രീതിയിലാണ് നടത്തുന്നത്. അടുത്തത് ഞങ്ങൾക്കുള്ളതായിരുന്നു ലേഡീസിൻ്റെത്. അപ്പോൾ ഇതാ എല്ലാവരും നാരങ്ങയും കൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നാരങ്ങയൊന്നും ഞങ്ങളെല്ലാവരും വെച്ച് നോക്കുന്നതുകൊണ്ട് ഓരോരോ കുരുട്ടുകൾ അവിടെ നിന്ന് കളിക്കുവാണ്. അങ്ങനത്തെ എല്ലാവർക്കും നാരങ്ങ വെച്ച് കൊടുത്തു. അപ്പോൾ ഞാനും ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ചേട്ടൻ പറയും 1 2 3 സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡി സെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുമോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഓടി വന്ന് ഈ നാരങ്ങ പോയത് നൈറയുടെ അമ്മയായിരുന്നു. ആക്ച്വലി ഈ സംഭവം ഇങ്ങനെ അല്ലായിരുന്നു. ഇത് ഞങ്ങൾ ജസ്റ്റ് ഒരു ട്രയൽ പോലെയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങൾ തുടങ്ങുന്ന. ഇതാണ് നൈറയുടെ അമ്മയാണ് ഇങ്ങനെ കിടന്ന് ഓടുന്നത്. ഞാനും നൈറയുടെ അമ്മയും തമ്മിലായിരുന്നു മത്സരം. അങ്ങനെ ഞങ്ങളിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് സെക്ഷനാണ്. ഞാനതാ ഓടി. പിന്നെ ഞാൻ നൈറയുടെ അമ്മയുടെ കൂടെ വളരെ ഓട്ടമായിരുന്നു. നാരങ്ങ പോകാതെ എങ്ങനെയൊക്കെയോ അങ്ങെത്തി.